നാട്ടിൽ വന്നിട്ടുള്ള വേറൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് അവധിയായിട്ടോ, ചൈന അവധിയാണ്. ഇത്രയും ദിവസം നല്ല റിമോട്ട് വർക്കിംഗ് ഉണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് അവധിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമുക്കെന്ന് ചെറയുടെ ചുറ്റും മലയാറ്റി ചെറയുടെ ചുറ്റും നടക്കാൻ പോകുന്നു പറഞ്ഞ് ഞങ്ങൾ അവിടെ വരെ വണ്ടിയിട്ട് പോയിട്ട് അവിടെ ഞങ്ങൾ ചുറ്റും നടന്നു കേട്ടോ. നല്ല രസമുണ്ട്. ചെറയുടെ ചുറ്റും നമുക്ക് ഒരു തണുപ്പും കിട്ടും. പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട്, ചെടികളും കായ്കളും. ഞാനതൊക്കെ പറക്കിയും കണ്ടും വീഡിയോസൊക്കെ പിടിച്ചിട്ട് നടന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ പോലെ ചാക്കെടുത്ത് പോകുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വന്നിട്ട് അതൊക്കെ പറക്കാവുന്നത്. ഒരു ആഞ്ഞിൽ ചക്ക കിട്ടിയ, പക്ഷെ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പണ്ടത്തെ തുമ്പപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തുമ്പില്ലേ, പിന്നെ കാശിത്തുമ്പ, അങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ടോ. അപ്പവും കടലക്കറിയാണ് പറഞ്ഞത്. പിന്നെ അപ്പത്തിനൊരു ചമ്മന്തി ഉണ്ട് അവിടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വാഴയിലൊക്കെ കിട്ടുന്നത് അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ നേരെ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അധികം ദൂരമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെയും കൂടെ കയറിയിട്ട് ഓടി പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വർത്താനം കഴിഞ്ഞാൽ നേരെ പറമ്പിലേക്കാണല്ലോ ഓടുന്നത്. ചക്കയുണ്ടോ മാങ്ങയുണ്ടോ. അപ്പോൾ ആ ചാച്ചനും ആൻറ്റിയും കൂടെ കുറേ സാധനങ്ങൾ പറിച്ചു തന്നു വിട്ടു കേട്ടോ. പിള്ളേരെ കൊണ്ടുവരാത്തതിൻ്റെ പരിവുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അമ്മമാർ ഇപ്പോഴും അയർലൻഡിലെ ടൈമിലാട്ടോ കിടപ്പും ഉറക്കവും എഴുന്നേക്കലും ഒക്കെ. അപ്പോൾ നേരെ വൈകും അടുത്ത ദിവസം അവന്മാരെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ വിറക് പോലെയും ഈച്ചന് കുറേ മെമ്മറീസ് ഉള്ള വീടാട്ടോ. അമ്മ വീടാകുമ്പോൾ നമുക്ക് കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടാവുമല്ലോ. അവിടെ നിന്ന് ചക്കയും മാങ്ങയും കപ്പളങ്ങയൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വീട്ടിൽ വന്നിട്ട് അപ്പച്ചനെ ഞങ്ങളും കൂടി ചായ കുടിച്ചിട്ട് വർത്താനം പറഞ്ഞു. വലിയമ്മച്ചാണെങ്കിൽ അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലത്തെ രംഗമാലിക്ക് പോയിട്ട് വന്നിട്ട് ഇത് രംഗമാലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പോയപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ആലുവ ഭാഗത്തുള്ള ഒരു ഷാപ്പ് കറികൾ എന്ന് പറഞ്ഞ കടയിൽ കയറിയിട്ട് കള്ളും ചോറും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടോ. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ടേ അവരവിടെ വറുത്ത മീനുകളൊന്നും ഉണ്ടായില്ല. എനിക്കിങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മീൻ വറുത്തകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ക്വിക്ക് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. വാച്ചുകളും ചെരുപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കടകൾ രണ്ടോന്നൊക്കെ കയറി ഇറങ്ങി. പക്ഷേ ചൂടത്ത് നമുക്കിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നല്ലതായിട്ട് നമ്മൾ ടയേർഡാവേ. ഒരു ദിവസം നമ്മൾ 5 മണി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് ഈ നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പതിപോലെ വീട്ടിലേക്ക് പോകണ വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി കേട്ടോ. അപ്പനോട് അമ്മയോട് കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പം കുറേ മാങ്ങയും ചക്കയും ഇതൊക്കെ ചെത്തിയൊക്കെ തന്ന് അമ്മയുടെ വകയിൽ അമ്മ നല്ല ഭംഗിയായിട്ട് കറികൾ വയ്ക്കും. അമ്മ ചെമ്മീനും മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ പാഴ്സൽ ചെയ്ത് കുറേയൊക്കെ അവിടെ നിന്ന് കഴിച്ച് അമ്മയുടെ അസുഖമൊക്കെ മാറി വരണുള്ളൂ കേട്ടോ. ചുമയൊക്കെ മാറി വരണുള്ളൂ. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കി വെക്കും നമ്മൾ വരുന്ന അറിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കൊച്ചേനോടും ചേച്ചിയോടും അപ്പച്ചനും പിള്ളേരെ കൂടി ഞങ്ങൾ കുറേ നേരം വർത്താനം പറയും. അവരിങ്ങനെ